ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റോറിയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ അതിനു മുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ, കുറേ പേര് കമൻസിലൂടെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. മെനിഞ്ഞാന്നിട്ട വീഡിയോനെ കുറിച്ച് അമിതമായ എന്താ പറയുന്നത്, ഭക്തിയും വിശ്വാസവും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലെത്തിച്ച എൻ്റെ കഥ, അതിൻ്റെ കുറച്ച് പേരുടെ സംശയങ്ങളുടെയൊക്കെ ആൻസർ ആയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ടു നോക്കുമ്പോഴേക്കും നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും കേട്ടോ. പിന്നെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് പേര് വന്നിട്ട് കുറേ വിമർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് എന്ത് പറയണം പറയണ്ട, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. പിന്നെ കുറച്ച് പേര് കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യണ്ടേന്നും പറഞ്ഞ് ഒരു ആവശ്യവും ഇല്ലാതെ കമന്റ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് അതിൽ പരാതിയൊന്നുമില്ല. കാരണം എനിക്ക് ആവശ്യമില്ലാത്ത കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങള് അവിടുന്ന് അച്ഛൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞല്ലോ വീട്ടില് ഡാഡിയുടെ പ്രശ്നം, ഡാഡിയും ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു തുടങ്ങി. അതിനുശേഷം ഓണറും ഇങ്ങനെ പറഞ്ഞു. കാരണം രാവിലെ എന്നില്ല രാത്രി എന്നില്ലാതെ ഇങ്ങനെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടുവരുന്നു. വന്നും പോയിക്കൊണ്ടുവരുന്നു കഴിഞ്ഞപ്പോഴത്തേലും ഓണർ വന്നിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ ആൾക്കാർ ഓരോന്നും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് 4 പേർക്കായിട്ട് ആണ് വീട് തന്നത്, ഇപ്പൊ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്, പിന്നെ ഒരുപാട് പേര് വന്നും പോകുന്നുമുണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതെന്തോ ദൈവം ഇടപെട്ടതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഞങ്ങൾക്ക് അച്ഛനോട് നോ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങള് നോ പറയാതെ എന്ത് പറയും എന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരുന്നു ഓണറും കൂടെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, അച്ഛന് വേണമെങ്കിൽ ഈ വീട് അച്ഛൻ്റെ അവര് ഓണറുമായിട്ട് സംസാരിച്ച് റെന്റിന് എടുത്തോളുക, ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും മാറുന്നു എന്ന്. കാരണം ഞങ്ങൾ അപ്പോഴേക്കും ഫുൾ ദാരിദ്ര്യത്തിന്റെ ഒരു പടുകുഴിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് മാസം മാസം ഇത്രയും റെന്റും ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അതിനുശേഷം ഞങ്ങൾ അവസാനം, അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ ആ വീട് വേണ്ട, അച്ഛനും മാറുവാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ, അതായത് ഒരാഴ്ചക്കുള്ളിൽ അച്ഛൻ മാറി. എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് പോയി. അപ്പോഴേക്കും ഞങ്ങളും അവിടുന്ന് മാറി കേട്ടോ. മാറി വേറൊരു വീടെടുത്തു, കുറച്ചും കൂടെ റെന്റ് കുറഞ്ഞ ഒരു വീടെടുത്തു. കാരണം ഞങ്ങൾക്ക് അത്രയും റെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അവസാനം ഞങ്ങള് പുതിയ വീട്ടിലോട്ട് വന്ന്, ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷമാണ് ഞാനൊന്ന് ഉറങ്ങാനും ഇതാവാനും തുടങ്ങുന്നത്. കാരണം എനിക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല, കുഞ്ഞിനെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഭയങ്കര മോശം അവസ്ഥയെ കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് അസുഖം ഉണ്ടായിരുന്നു, ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ള അസുഖമായിരുന്നു കുഞ്ഞിന്. അപ്പോൾ അവളെ പല പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ ഡോക്ടറിനെ കാണിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു. പക്ഷെ എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെ ആദ്യം പറയും പാല് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പോൾ പാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അവിടെയും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് തോന്നുന്നു. എൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ മാത്രം കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഇങ്ങനെ വയറ്റിൽ നിന്ന് പോയോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാക്കി എന്ത് ആഹാരം കൊടുത്തിരുന്നിരുന്നാലും ഇവൾക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ വായയിൽ കൂടെ ഫുഡ് കൊടുക്കുമ്പോൾ ബാക്കിലും ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചേക്കണം. കാരണം കഴിക്കുന്നത് അതുപോലെ ഇങ്ങനെ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരു ദിവസം 18 പ്രാവശ്യമൊക്കെയാണ് മോൾക്ക് ഇങ്ങനെ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. ആ അവസരത്തിലാണ് ആ സമയത്താണ് ഞാൻ അച്ഛനെയും ഈ 14 ശിഷ്യന്മാരെയും സേവിക്കുന്നതും. അപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുറെ പേര് എന്നെ കുറ്റപ്പെടുത്തിയിട്ട്
കമന്റ് ഇടുന്നുണ്ട്. എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. കാരണം ഞാനിത് തുടക്കം മുതലേ പറഞ്ഞു, എൻ്റെ മണ്ടത്തരം കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ അച്ഛനില് അച്ഛനും അച്ഛന് ചെയ്തു കൊടുത്തിരുന്നതെല്ലാം ഞാൻ ദൈവത്തിന് ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ള മനോഭാവത്തിലാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാരെന്ന് പറയുന്നവരെ കൊണ്ട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. ഇവര് ഫുൾ ടൈം എന്ന് വെച്ചാൽ അച്ഛന് ധ്യാനമില്ലാത്ത സമയത്ത് മുഴുവൻ ഇവര് നമ്മുടെ വീട്ടിൽ ആണല്ലോ താമസിക്കുന്നത്. ഇവർ അവിടെ കിടന്നുറങ്ങും. എന്നിട്ട് ഇവർക്ക് ഈ സമയത്തിന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് ഈ പാത്രങ്ങളൊക്കെ കഴുകണം. ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം അത് ചെയ്യുന്നവർക്ക്, വീട്ടിലെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുഞ്ഞിന് ഈ അസുഖവും കുഞ്ഞിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം. അങ്ങനെ കുറെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം എൻ്റെ അടുത്ത് ഒരു പീഡിയാട്രിഷ്യൻ പറഞ്ഞു 3 വയസ്സ് വരെ കുഞ്ഞിന് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 വയസ്സ് കഴിയുമ്പോൾ ഈ അസുഖം അങ്ങ് മാറും. ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇതും പറയുന്നത് ഒരു അമ്മയുടെ അടുത്താണ്. ഞാൻ പറഞ്ഞില്ല, അന്നൊന്നും എവിടെ പോകുമ്പോഴും ഏത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം ഹസ്ബൻഡിന് പ്രൈവറ്റ് ജോലി ആയതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഹോസ്പിറ്റൽസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പുള്ളിക്ക് ടൈമിന് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ ലീവ് എടുത്തു കഴിഞ്ഞായിരുന്നാലോ അത് പുള്ളിയുടെ ജോലിയെ ബാധിക്കും. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അച്ഛനൊക്കെ കൂടെ ഉണ്ടായിരുന്ന സമയത്തായി കഴിഞ്ഞപ്പോഴത്തേല് പുള്ളിയുടെ ജോലിയും നഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി അക്കൗണ്ട്സ് മാനേജർ ആയിരുന്നു. പുള്ളി പിന്നെ ഈ കുറച്ച് കടയിലെ വർക്ക് എടുത്ത് ചെയ്താണ്. പിന്നെ ഞങ്ങൾ ഒരുവിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും. പക്ഷെ കുറച്ചൊക്കെ അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. അവസാനം കുഞ്ഞിനെ അപ്പോൾ എനിക്ക് കുഞ്ഞിനെ ശരിക്കും നോക്കാൻ പറ്റിയിരുന്നത് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് നരേന്ദ്രനാഥൻ സാറിൻ്റെ അടുത്ത് പോയി പുള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയ ഡോക്ടറാണ്, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ നരേന്ദ്രൻ. അപ്പോൾ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് കൊക്കോ ചേർന്നിട്ടുള്ള ഫുഡ്, അത് പിന്നെ ഗോതമ്പ് ചേർന്നിട്ടുള്ള ഫുഡ്, പിന്നെ പാലിൻ്റെ ഇതുള്ള ഡയറി പ്രോഡക്ട്സ് ഇതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴത്തേല് എൻ്റെ പാല് കൊടുക്കുമ്പോൾ പ്രശ്നം. അപ്പം പറഞ്ഞു അത് കണ്ടിന്യൂ ചെയ്തോളൂ, ബാക്കി ഇതൊന്നും കൊടുക്കരുതെന്ന് പറയും. എന്നിട്ട് ഈ കുഞ്ഞ് കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും അറിയാം, കുറച്ച് ഇതായി കഴിയുമ്പോൾ കുട്ടികൾക്ക് കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അതിൽ ശർക്കരയും ഇതൊക്കെ ചേർത്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇവൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവൾക്ക് ഞാൻ അതെല്ലാം ഉപ്പ് ചേർത്താണ് കൊടുത്തിരുന്നത്. എന്നിട്ട് പോലും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും കുഞ്ഞിന്റെ അസുഖത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അപ്പോൾ ആ പഴയ വീട്ടിൽ വെച്ച് തന്നെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അച്ഛനും ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, കൊളച്ചലില് ഒരു പള്ളിയുണ്ട് ഷിബി, അവിടെ ഒരു കുരിശ് തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരു നദിയിലൂടെ ഒഴുകി വന്ന ഒരു കുരിശാണ്. അത് തന്നെ ഒഴുകി വന്ന് അവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. ആ കുരിശിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി മോളെ പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞാലായിട്ട് മോളുടെ അസുഖം മാറും എന്ന് പറഞ്ഞിരുന്നു. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങള് ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങള് എല്ലാ വെള്ളിയാഴ്ച തോറും, വെള്ളിയാഴ്ചയായിരുന്നു അവിടുത്തെ പ്രത്യേകതയുള്ള ദിവസം, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. കൊളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ ഈ പള്ളി. അതിൻ്റെ പിന്നെ എക്സാക്റ്റ് സ്ഥലമൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൊളച്ചലിലെ ഒരു പള്ളിയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയും, അച്ഛൻ പറഞ്ഞു 9 ആഴ്ച അവിടെ മുടങ്ങാതെ കുഞ്ഞിനെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് വന്നു കഴിയുമ്പോഴേക്കും കുഞ്ഞിന്റെ അസുഖം മാറുന്നു. അച്ഛനിൽ ഒരുപാട് ദൈവികത ഉള്ള മനുഷ്യൻ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും സാഞ്ചേട്ടനും എൻ്റെ മമ്മിയും
എല്ലാവരും കൂടെ എൻ്റെ ദീപ്തി മൂത്ത മോളെയും കൂടെ കൊണ്ട് ഞങ്ങള് എല്ലാ വെള്ളിയാഴ്ച തോറും പിന്നെ അവിടെ പോവുമായിരുന്നു. അപ്പൊ ആ പള്ളിയിൽ പോയി ഇങ്ങനെ ആ കുരിശിന് 9 പ്രാവശ്യം ഇങ്ങനെ വലയം വെച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ കൂടി, ഞങ്ങളെല്ലാവരും കൂടി 9 പ്രാവശ്യം ആ കുരിശിനെ വലയം വെച്ച് കഴിഞ്ഞതും 9ാമത്തെ പ്രാവശ്യം ആ കുരിശിന്റെ മുന്നേ വന്നിട്ട് കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് പോവാൻ തുടങ്ങി. അതായിരുന്നു ലാസ്റ്റ് അവൾക്ക് വന്ന ലാസ്റ്റ് ആയിട്ട് അവൾക്ക് ഈ അസുഖം വന്നത്. അപ്പോഴേക്കും അവൾക്ക് 1 വയസ്സ് കഴിഞ്ഞിരുന്നു കേട്ടോ. അതോടുകൂടെ കുഞ്ഞിന്റെ അസുഖം പരിപൂർണമായിട്ട് മാറി. പിന്നെ അവൾക്ക് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ തന്നെ 9 പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ കുരിശിനെ വലയം വെച്ച് കഴിഞ്ഞപ്പോ തന്നെ ഇവള് 9ാമത്തെ പ്രാവശ്യം കുരിശിന്റെ മുമ്പേ വന്നിട്ട് ഇങ്ങനെ അവിടെ വെച്ച് വയറ്റിൽ നിന്ന് പോയി. എന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തു. അതിനുശേഷം കുഞ്ഞിന് ഈ അസുഖം പിന്നെ വന്നിട്ടേയില്ല. പക്ഷെ ഞങ്ങൾ ആ 9 ആഴ്ചയും 9 അല്ല കൂടുതൽ ആഴ്ചകൾ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം കുഞ്ഞിന്റെ അസുഖം വിട്ടുപോയി. 9ാമത്തെ ആഴ്ച അച്ഛനെ കൊണ്ടുപോയി അവിടെ പ്രത്യേക ദിവ്യബലിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് കുഞ്ഞിന്റെ അസുഖം മാറുന്നത്. അപ്പൊ അതിനൊക്കെ ശേഷമാണ് ഞങ്ങള് ഇങ്ങോട്ട് വീട്ടിലോട്ട് മാറുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുഞ്ഞിന് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവളുടെ ആരോഗ്യം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഒട്ടും ഇല്ലാത്തൊരു കുഞ്ഞായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഒരു ചെറിയ ചുമയോ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പിന്നെ മാസങ്ങളോളം നിൽക്കും, വിട്ടുമാറത്തില്ല. എത്ര നമ്മൾ ഡോക്ടറെ കാണിച്ചാലും ആന്റിബയോട്ടിക് കഴിച്ചാലും ഒന്നും ഇവളുടെ അസുഖം മാറത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം എന്തിനെങ്കിലും കുഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് അസുഖം പിടിക്കും. അസുഖം പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ 1-2 മാസമാണ് പിന്നെ ചുമ പനി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയും കൂടെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറി ഇതായി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ വീട്ടിൽ നിന്നാണ് പിന്നെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടു തന്ന് ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. അവിടെ വെച്ചിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അതിനു മുൻപ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ കുഞ്ഞുങ്ങളായി ആ സമയത്തൊന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ ദിവ്യ ജനിച്ചതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് ആയിട്ടാണ് കേട്ടോ ചേർന്നത്, BCom-നാണ് ചേർന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷെ എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നേഴ്സിങ്ങിന് കിട്ടി, ഫാർമസിക്ക് കിട്ടി, പിന്നെ ലാബ് ടെക്നീഷ്യന് കിട്ടി. ഈ കോഴ്സുകൾക്കൊക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു. പക്ഷെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് മാത്രം എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫാർമസിക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഫാർമസിക്ക് ഈ പ്രാക്ടിക്കൽ മുടക്കാൻ പാടില്ല. അപ്പോൾ അതും കമ്പൽസറി ആയിട്ട് അതിന് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് സാഞ്ചേട്ടൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡുമായിരുന്നു. അത് കഴിഞ്ഞ് നേഴ്സിങ്ങിന് കിട്ടിയത് ബാംഗ്ലൂരാണ് കിട്ടിയത്. അപ്പോഴും സാഞ്ചേട്ടൻ വിട്ടില്ല, കാരണം കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ അത് രണ്ടും പോയി. പിന്നെ ഡിഗ്രിക്ക് സുവോളജിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡല്ല, കോളേജിൽ നമുക്ക് മുടങ്ങാതെ കോളേജിൽ തന്നെ പോയേ പറ്റുള്ളൂ. അതിനൊന്നും നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോയി പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പ്രാക്ടിക്കൽസ് ഉള്ളതല്ലേ. അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ആഗ്രഹവും ഉപേക്ഷിച്ചു. എനിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത സബ്ജക്റ്റുമായിട്ട് BCom-ആണ് ഞാൻ എടുത്തത്. BCom ഞാൻ എടുത്ത് ദിവ്യ ജനിച്ച ഉടനെയാണ് ഞാൻ അതിന് അപ്ലൈ ചെയ്തത്. പക്ഷെ 1 വർഷക്കാലം ഇങ്ങനെ കുഞ്ഞിന് എന്നും അസുഖമാണ്. കുഞ്ഞിന്റെ അസുഖവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ അച്ഛനും ശിഷ്യന്മാരും ഉള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല.
എൻ്റെ പരീക്ഷയുടെ സമയത്താണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബികോം ഫസ്റ്റ് ഇയറിന്റെ ബുക്സ് വാങ്ങുന്നത്. അതുവരെ എനിക്ക് മേടിക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്നിട്ടും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ, അച്ഛൻ്റെയും ഈ 14 ശിഷ്യന്മാരും ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ളത്. പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ പോയിട്ട് ലാംഗ്വേജ് മാത്രം എഴുതിയെടുത്തു. മലയാളവും ഇംഗ്ലീഷും മാത്രം എഴുതി, സബ്ജക്ട്സ് ഒന്നും എഴുതിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അച്ഛനൊക്കെ പോയതിനു ശേഷം പുതിയ വീട്ടിൽ വന്നതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും എന്നെ എല്ലാവരും കളിയാക്കാനും തുടങ്ങി. എല്ലാത്തിനും പോയി ചേരത്തേ ഉള്ളൂ, അല്ലാണ്ട് പഠിക്കത്തില്ല എന്ന്. കാരണം എൻ്റെ വീട്ടിലുള്ളവരുടെയും വിചാരം ഞാനൊരു റോബോട്ടാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. മനുഷ്യനാണെന്ന് ആർക്കും തോന്നിയില്ല. അതാണ് സത്യം. അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. അവര് നോക്കുമ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ എന്താ പറയുന്ന ഒരു റോബോട്ടിനെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനൊരു മനുഷ്യനാണെന്നുള്ളത് അവര് മറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള കളിയാക്കൽ എനിക്ക് തീരെ സഹിക്കാത്ത കാര്യമാണ്. അപ്പൊ അവരുടെ എനിക്ക് എങ്ങനെയും ഇത് പാസ്സായേ പറ്റുള്ളൂ എന്നായി. ഞാൻ ഉടനെ തന്നെ പിന്നെ എനിക്ക് എല്ലാത്തിനും ഒരു ഗൈഡൻസ് ഇല്ലാതെ എനിക്ക് സെൽഫായിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം ബികോം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ഞാനുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത സബ്ജക്റ്റാണ്. അപ്പൊ പഠിക്കണമെങ്കിൽ എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. അങ്ങനെ ഞാൻ ഒരിടത്ത് ട്യൂഷന് ചേർന്നു. അവിടെ പഠിക്കാനും പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ആ വർഷം നവംബർ ആയപ്പോഴേക്കും എനിക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായി. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു, പക്ഷെ ഇത് എക്ടോപിക് ആണെന്ന് അറിഞ്ഞില്ല. എക്ടോപിക് എന്ന് പറയുമ്പോൾ ട്യൂബൽ പ്രഗ്നൻസി. അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഒരുപാട് സ്കാൻ ചെയ്തു, ഡോക്ടർ പരിശോധിച്ചു, പ്രഗ്നൻസി എന്ന് കാണുന്നുണ്ട്, പക്ഷെ കുഞ്ഞിന്റെ ഒരിതും എന്താ പറയുന്നത് ഒന്നിൽ കൂടെ അറിയാൻ പറ്റിയില്ല. സ്കാൻ 5 പ്രാവശ്യം ചെയ്തു. 5 പ്രാവശ്യവും സ്കാനിങ് റിപ്പോർട്ട് പറഞ്ഞത് കുഞ്ഞ് ഇങ്ങനെ വളർച്ച മുരടിച്ചിരിക്കുന്നു, പിന്നെ വളരുന്നുണ്ട്. ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ കൂടെ 2 മാസം കടന്നുപോയി കേട്ടോ. 2 മാസം കടന്നു പോയതിനു ശേഷം ഡോക്ടർ പറഞ്ഞു എന്തായിരുന്നിരുന്നാലും ഈ കുഞ്ഞ് ഇനി അധികം ജീവിക്കത്തില്ല, അതിനെ നമുക്ക് ഇത് DNC ചെയ്ത് കളയുന്നതാണ് നല്ലത്, ഇത് വളർച്ചയില്ലാത്ത കുഞ്ഞിനി ഇരുന്നിരുന്നാലും കേടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തു. DNC ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴേക്കും എന്താ പറയുന്നത്, എൻ്റെ ഒരു ആൻറ്റിയുടെ ഫ്രണ്ട് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വന്ന് എന്നെ ഡോക്ടർ ലാപ്രോസ്കോപ്പി ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ആൻറ്റി വന്നിട്ട് പറഞ്ഞു ലാപ്രോസ്കോപ്പി ചെയ്യരുത്, കാരണം അതിന് കുറച്ച് ദിവസം മുന്നേ ഒരു ലാപ്രോസ്കോപ്പി ചെയ്ത ഒരു സ്ത്രീ ഇങ്ങനെ അവർ മരിച്ചുപോയി. അപ്പോൾ എനിക്കത് ചെയ്യേണ്ട, അല്ലാതെയുള്ള മിനി ലാപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനും അത് ഡോക്ടറോട് പറഞ്ഞു. എന്തോ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിരുന്നു. മിനി ലാപ്പ് ചെയ്താനായിട്ട് അപ്പൊ ഡോക്ടർ DNCയും ചെയ്തു. എന്നിട്ട് എന്നെ പ്രസവം നടത്താനായിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മിനി ലാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേല് അവര് ഓപ്പൺ ചെയ്ത് ലാപ്രോസ്കോപ്പി ഇത് ട്യൂബ് അകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ റൈറ്റ് ട്യൂബ് 5 സെന്റിമീറ്റർ ഇങ്ങനെ എന്താ പറയുന്നത് വളർന്ന് നിൽക്കുക. അപ്പോഴേക്കും ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഇത് ട്യൂബ് പൊട്ടിയത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അതിന്റെ ഫ്ലൂയിഡൊക്കെ കുറച്ച് മേളിലോട്ടൊക്കെ കയറി, ഇന്റേണൽ ഓർഗൻസിലൊക്കെ കയറി. എനിക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷെ എന്തോ എൻ്റെ മക്കളുടെ ഭാഗ്യമായിരിക്കാം, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ആ ട്യൂബ് റപ്ചർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിന് എന്നെ ട്രീറ്റ് ചെയ്യാനും ഇതൊക്കെ പറ്റി. ഇല്ലായിരുന്നെന്നുണ്ടായിരുന്നെ വീട്ടിൽ വെച്ചാണെങ്കിൽ ആരും അറിയത്തില്ല. കാരണം ഇത് എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. യൂട്രസിലായിരുന്നു ബേബി എന്നാണ് സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഇയറിന് ഞാൻ പഠിക്കുവാണ്.
എന്നിട്ടും ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. കാരണം ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സും കൂടെ സെക്കൻഡ് ഇയറിൽ എനിക്ക് എഴുതണം. കാരണം എങ്ങനെയെങ്കിലും 3 വർഷത്തെ ബികോം കോഴ്സ് എനിക്ക് എങ്ങനെ എഴുതി പാസ്സായേ പറ്റുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു വാശി പോലെയായിരുന്നു. കാരണം എല്ലാവരും കളിയാക്കുകയും കൂടെ ചെയ്തപ്പോൾ ഈ ഓപ്പറേഷന്റെ ഇടയിലും ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സും സെക്കൻഡ് ഇയറിന്റെ 1-2 പേപ്പേഴ്സുമായിട്ട് ഒരു 9 പേപ്പർ ടോട്ടല് ഞാൻ, പിന്നെ ലാംഗ്വേജസും ഇതെല്ലാം കൂടെ ഞാൻ സെക്കൻഡ് ഇയറിന് എഴുതി ഞാൻ സെക്കൻഡ് ഇയർ പാസ്സായി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തേർഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേല് വീണ്ടും ഇതേ നവംബറിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കക്ഷത്ത് രണ്ടും ഒരു ഇങ്ങനെ എന്താ പറയുന്ന കഴല പോലെ 2 കക്ഷത്തും ഇങ്ങനെ 2 കഴല വന്നു. അതിങ്ങനെ വീർത്ത് ഇങ്ങനെ ഒരു കുറച്ച് അധികം വലിപ്പത്തിൽ തന്നെ വന്നു. അപ്പോഴേക്കും ഞാൻ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാതെയുള്ള മുഴകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഴലുകൾ ഇങ്ങനെയൊന്നും നമ്മൾ ശരീരത്തിൽ വെക്കാൻ പാടില്ല. കാരണം അത് പിന്നീട് ക്യാൻസർ ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ നവംബറിൽ കഴിഞ്ഞ ഈ എക്ടോപിക് പ്രഗ്നൻസിയുടെ ഓപ്പറേഷൻ ഒരു നവംബർ 2-നായിരുന്നു. ഇതേ പിറ്റേ വർഷം നവംബർ 2-ന് തന്നെയായിരുന്നു എൻ്റെ ഈ ഓക്സിലറി ബ്രസ്റ്റിന്റെ സർജറി. അപ്പോൾ അത് 2 കക്ഷത്തിൽ നിന്നും എടുത്തു കഴിഞ്ഞ് അതും ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ഞാൻ വീട്ടിൽ വന്നു. എന്നിട്ടും പിന്നെയും പഠിക്കണമല്ലോ. ഈ കുഞ്ഞുങ്ങളും ഉണ്ട്, ഹസ്ബൻഡിനെയും നോക്കണം, പിന്നെ വീട്ടിലാണെങ്കിൽ കടുത്ത ദാരിദ്ര്യം. അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചു കേട്ടോ. പിന്നെയും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, തേർഡ് ഇയറിന് ഞാൻ ബാക്കി സബ്ജക്ട്സ് സെക്കൻഡ് ഇയറിന്റെ ബാക്കി പേപ്പേഴ്സും തേർഡ് ഇയറും കൂടെ എഴുതി ഞാൻ പാസ്സായി. എനിക്ക് 54% മാർക്ക് ഉണ്ടായിരുന്നു ടോട്ടല്. ഈ 3 വർഷത്തെ ബികോം ഞാൻ 2 വർഷം കൊണ്ട് എഴുതിയെടുത്തു. എനിക്ക് 54% മാർക്കും ഉണ്ടായിരുന്നു. എനിക്കതിൽ ഭയങ്കര സന്തോഷവും അഭിമാനമായിരുന്നു. കാരണം എല്ലാവരും കൂടി കളിയാക്കി എന്താ പറയുന്നത് ഇട്ടിരുന്ന ഞാന് എനിക്ക് അത് പഠിച്ചെടുത്ത് പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് പിന്നെ എംകോമിന് അഡ്മിഷൻ കിട്ടിയപ്പോഴത്തേല് ഹസ്ബൻഡ് എന്നെ വിട്ടില്ല. കാരണം എന്ന് ചിലപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ പഠിക്കാനായിട്ട് വിടാത്തത് കൊണ്ട് ഭയങ്കര വിഷമം. ഒന്നാമത്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് കുട്ടികളെ നോക്കാനായിട്ട്, പിന്നെ കോളേജിലൊക്കെ ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും കുട്ടികളെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഹസ്ബൻഡ് എന്നെ വിടാതിരുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ എന്താ പറയുന്നത്, കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു ഇത്തിരിയും കൂടെ ആയപ്പോഴേക്കും ഇളയ മോളും കൂടെ നഴ്സറിയിലല്ല പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ പിന്നെ അത് പഠിക്കാനായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. അതും പഠിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അതിന് ജോലി ആയിട്ട് കിട്ടിയത് നൈറ്റൊക്കെ ചെയ്യണമായിരുന്നു. നൈറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു രീതിയിലും പറ്റത്തില്ല. കാരണം ഈ കുട്ടികളെ ഇട്ടിട്ട് അന്നൊന്നും എൻ്റെ ഹസ്ബൻഡിന് രാവിലെ എന്താ പറയുന്നത് ഈ അടുക്കളയിൽ കയറിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണമെങ്കിൽ വല്ലതും വന്ന് അരിഞ്ഞു തരാനോ ഒക്കെ അല്ലാതെ ഈ ഒരു ബാക്കി കുക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ തരുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ രാവിലെ എത്തുമ്പോഴേക്കും പിന്നെ ഒരു 7:45 ആവും. അതിനുശേഷം വന്ന് കുക്ക് ചെയ്ത് കുട്ടികളെ സ്കൂളിൽ വിടുന്ന കാര്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അപ്പോഴേക്കും എൻ്റെ ഹെൽത്ത് വളരെ 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 മോശമായി തുടങ്ങിയിരുന്നു. കാരണം എപ്പോഴും ബോഡി പെയിന്, എപ്പോഴും അസുഖങ്ങൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഈ കാലത്തൊന്നും അച്ഛൻ പിന്നെ ഇവിടുന്ന് പോയതിന് ശേഷം ഞങ്ങളെ വിളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളും അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങളായിട്ട് വിളിച്ചിട്ടില്ല. പക്ഷെ അച്ഛനാവട്ടെ ഞങ്ങളെ ഒരിക്കൽ പോലും ഞങ്ങളെ അന്വേഷിക്കുകയോ ഞങ്ങളെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്താണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട് മാറി 1 വർഷം കഴിഞ്ഞു. അച്ഛനൊക്കെ പോയതിനു ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും
എൻ്റെ അങ്കിൾ എനിക്ക് കോൾ ചെയ്തിട്ട് പറഞ്ഞു, അങ്കിളുടെ വീട്ടിൽ അച്ഛനും ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അച്ഛൻ ബെഡ് റിഡൻ ആണ്, അച്ഛന് നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ ഓടി അങ്ങോട്ട് ചെന്നു. അവിടെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനൊരു ഇതിലിങ്ങനെ കിടക്കുവാണ്, ഒട്ടും വയ്യാത്ത ഇതില്. അച്ഛന് അപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേലാണ് മനസ്സിലായി അച്ഛന് ക്യാൻസർ പോലത്തെ ഒരു ഡിസീസ്. അത് കറക്റ്റ് ക്യാൻസർ ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല ഇപ്പോഴും, കാരണം അന്നൊന്നും ഇതിനെക്കുറിച്ച് ഒരു നോളജും ഇല്ല, ക്യാൻസറിനെ കുറിച്ചൊന്നും. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പ്ലാസ്മ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പ്ലാസ്മ കയറ്റണം, പ്ലാസ്മ കയറ്റുമ്പോൾ മാത്രം അച്ഛൻ എഴുന്നേക്കും, അല്ലാത്തപ്പോൾ ഇതുപോലെ കിടപ്പായി പോകുന്നാണ് പറഞ്ഞത്. പക്ഷെ ആ സമയത്തും അച്ഛൻ ധ്യാനങ്ങൾ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾത്താരെ കയറുമ്പം അച്ഛനൊരു പ്രത്യേക ശക്തി ദൈവം കൊടുക്കുന്നതായിരിക്കാം. അച്ഛൻ നല്ല ആരോഗ്യവാനായിട്ട് നിന്നിട്ട് ധ്യാന പ്രസംഗങ്ങളും കാര്യങ്ങളും നടത്തും. അത് കഴിയുമ്പോഴേക്കും അച്ഛൻ വീക്കായി പോകും എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ കണ്ടു, അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോകുന്ന ഒരു വർഷം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അറിഞ്ഞു അച്ഛൻ മരിച്ചുപോയി എന്ന്. അപ്പോഴേക്കും പോയി കാണണം എന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ സ്ഥലം കോട്ടയത്തായിരുന്നു. പക്ഷെ പോവാനായിട്ട് ഹസ്ബൻഡിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് നമ്മൾ വേദന സഹിച്ചു, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അച്ഛൻ പോയിട്ട് അച്ഛൻ വിളിക്കാൻ കൂട്ടാക്കിയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള എന്തുകൊണ്ട് ഹസ്ബൻഡ് മരണത്തിന് പോകാനായിട്ട് താല്പര്യപ്പെട്ടില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് മരണത്തിന് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു അച്ഛൻ്റെ കഥ. അച്ഛനിപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പൊ കുറെ പേര് പറയാറ് എൻ്റെ അടുത്ത് ഇപ്പം വീഡിയോയിൽ കൂടെ ഇല്ല, കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ പേര് പറയ്, അച്ഛൻ എവിടെയുള്ളതാ? കോട്ടയത്തുള്ളതാണ് അച്ഛൻ. അച്ഛന് ഞാൻ നേരത്തെ വീഡിയോയിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ കാത്തലിക്കാണ്. അപ്പോൾ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അച്ഛൻ മരിച്ചുപോയി. പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് ഇപ്പം ഞങ്ങൾക്ക് ഒരു അറിവും ഇല്ല. ഇതാണ് അച്ഛൻ്റെ സ്റ്റോറി. അപ്പോ പിന്നെ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഡാഡിയെ പോലെ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് മരിച്ചുപോയി എന്ന് കേട്ടപ്പം എനിക്ക് കുറച്ചുനാൾ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അതങ്ങ് ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലൊക്കെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്രയും എനിക്ക് സ്നേഹമുള്ള ഒരച്ഛനായതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ ഒരു ഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് അടുത്ത എന്താ പറയുന്നത്, ദൈവം ഇങ്ങനെ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറച്ചിട്ടുണ്ടായിരുന്നില്ല. പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ശേഷം പിന്നെയും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയി. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാനിനി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് വീഡിയോ കാര്യങ്ങൾ ചുരുക്കി പറയണം ഇതൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് എൻ്റെ സ്റ്റോറിയാണ്. അപ്പൊ അതിൽ നമുക്ക് പ്രീസ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നും നമുക്ക് സ്റ്റോറി പറയാനായിട്ട് പറ്റത്തില്ല, എഴുതി വെച്ച് വായിക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ സ്റ്റോറി പറയുമ്പോഴത്തേല് നമ്മൾ അത് സ്റ്റോറി ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അത് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നവര് ദയവ് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്, കുറച്ച് ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ട് തോന്നുന്നവര് ദയവ് ചെയ്തൊന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ആയിരുന്നു എൻ്റെ ജീവിതത്തിന്റെ എന്താ പറയുന്നത്, എൻ്റെ സ്റ്റോറി പോകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ കമന്റ് ചെയ്യുമ്പോഴത്തേലും ഒരുപാട് പേര് അനാവശ്യമായിട്ട് ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ വല്ലാത്ത രീതിയിൽ മുറിപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള കമന്റ്സ് ഇടുന്നുണ്ട്. കഴിവതും കമന്റ്സ് ചിലർക്ക് അങ്ങനെ തോന്നിയിട്ടായിരിക്കാം.
പക്ഷെ അങ്ങനെ കമന്റ് ഇടുമ്പോൾ അത് വായിക്കുന്നവരുടെ മനസ്സിന്റെ അവസ്ഥയും കൂടെ ഒന്ന് നോക്കിയിട്ട് കമന്റ് ഇടാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. പിന്നെ ഓരോരുത്തർ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എത്ര അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നിരുന്നാലും ഒരാളെ തീർത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉഡായിപ്പാണ്, ഞാൻ എന്താണ് ഈ അച്ഛന്റെ ഒന്നും പേര് പറയാതിരിക്കുന്നിടത്തോളം ഞാൻ ഉഡായിപ്പാണെന്ന്. ഞാൻ ഉഡായിപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കതിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. ഉഡായിപ്പാണെങ്കിൽ ഉഡായിപ്പായിട്ട് ഇതാക്കിക്കോളൂ. കാരണം എന്തൊക്കെ ഇതൊക്കെ ഇപ്പം എന്താ പറയുന്നത്, ആരെ ഉഡായിപ്പാണെന്ന് പറഞ്ഞാലും ആരൊക്കെ ഇത് കള്ള സ്റ്റോറിയാണെന്ന് പറഞ്ഞിരുന്നിരുന്നാലും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എനിക്കിത് കള്ളമാണെന്ന് പറയാനും പറ്റത്തില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഞാനിത് അനുഭവിച്ചതാണ്. ഞാനാണ് ഈ ഒരു ജീവിതം ജീവിച്ചു തീർത്തത്. അതുകൊണ്ട് എനിക്കത് കള്ളമായിട്ടോ ഉടായിപ്പായിട്ടോ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നവർക്ക് അങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞ് എനിക്ക് പേരൊന്നും അച്ഛൻ്റെ ഒന്നും റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ആർക്കും എന്നോടൊന്നും തോന്നരുത്. കാരണം ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പം അവരുടെ പേരും മറ്റു കാര്യങ്ങളും പറയുമ്പം അത് അവരെ എന്താ പറയുന്നത്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ ബാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ കാരണം ഒരാളുടെ പേര് മോശമാക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ അനുഭവിച്ചു. അതിപ്പോ എന്റെ നേരത്തെയുള്ള സ്റ്റോറിയിൽ എൻ്റെ ഡോക്ടറുടെ പേരും പറയാനായിട്ട് കുറെ പേര് പറഞ്ഞിരുന്നു. ഡോക്ടറുടെ പേരൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാനത് പറയില്ല. ഞാനായിട്ട് ഒരാളുടെയും പേര് മോശപ്പെടുത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം അവരെന്നോട് എത്ര മോശക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിലും അവര് കാരണമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു നന്ദി എനിക്ക് എന്നും അവരോടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ പേര് റിവീൽ ചെയ്യത്തില്ല, ഒന്നും തോന്നരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എൻ്റെ സ്റ്റോറിയുമായിട്ട്, ഇതിന്റെ ബാക്കി സ്റ്റോറി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.